Okay. Okay. Good morning to all, and thank you, my friend Aziz, for nice introduction. ആദ്യമേ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച ട്രെൻഡ് SKSF ട്രെൻഡിന് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ട്രെൻഡ് നമുക്കറിയാം, സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ സമയം തന്നെ പാരലായിട്ട് മറ്റൊരു പ്രോഗ്രാമും ട്രെൻഡ് കേരള നടത്തുന്നുണ്ട് എന്നതാണ്. അതുമാത്രമല്ല, പല സംഘടനകളും വളരെ അസൂയയോടുകൂടി ട്രെൻഡിൻ്റെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്നു എന്നത് ഒരു യാഥാർത്ഥ്യവുമാണ്. ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്ന ഓർഗനൈസേഴ്സിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. സുഹൃത്ത് റഷീദ് കോടിയൂറയും അതേ ഷാഫി അട്ടീരിയും അതുപോലെ ബഷീർ സാറും, തീർച്ചയായും നിങ്ങൾ ഒരു വലിയൊരു പ്രവർത്തനമാണ് ഈ സാമൂഹിക സാംസ്കാരിക മതരംഗങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ട് വിദ്യാർത്ഥികളുടെ സാമൂഹ്യ നന്മ, വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് വളരെ ഒരു അഭിനന്ദനീയമായ കാര്യമാണ്. അതുമാത്രമല്ല, പല കരിയർ പ്രോഗ്രാമിലും കാണാത്ത ഒരു ടോപ്പിക്ക് നിങ്ങൾ സെലക്ട് ചെയ്തു എന്നതും വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ സ്റ്റേറ്റ് വൈഡായിട്ട് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ് പ്രോഗ്രാംസ്, അതിൻ്റെ ഡീറ്റെയിൽസ്, അതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ് ഒരു സംഘടന നടത്തുന്നു എന്നത് ആദ്യമായിട്ടായിരിക്കും. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത്ര സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ സ്കോളർഷിപ്പിനെയും അതേപോലെ ഫെലോഷിപ്പിനെയും കുറിച്ചും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ലഭിക്കാൻ സാധ്യതയുള്ള സ്കോളർഷിപ്പുകളെ കുറിച്ചും ക്ലാസ് എടുക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ ടോക്കിലേക്ക് പോവുകയാണ്. ഇന്നത്തെ എൻ്റെ സ്ക്രീന് കാണുന്നുണ്ടാകുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾ പറഞ്ഞതുപോലെ, ഐ എം വർക്കിംഗ് ആസ് എൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ PG ആൻഡ് റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് കെമിസ്ട്രി ഇൻ PSMO, ആൻഡ് അറ്റ് സെയിം ടൈം ഐ എം വർക്കിംഗ് ആസ് എൻ സ്കോളർഷിപ്പ് നോഡൽ ഓഫീസർ ഫ്രം ദി ഇയർ 2013 to this year. I am continuing as a scholarship nodal officer. I have experience based on that scholarship. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അസീസ് സാർ പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റ് ഐ എം ഷോയിങ് മൈ ബാക്ക്ഗ്രൗണ്ട്. ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് മാത്രമേ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് കഴിഞ്ഞത് AIST സുകൂബ എന്ന് പറയുന്ന ജപ്പാനിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഫെലോഷിപ്പോട് കൂടി പോസ്റ്റ് ഡോക്ക് ചെയ്തു. അതേപോലെ തന്നെ കൊറിയ യൂണിവേഴ്സിറ്റിയിൽ 2 വർഷം AISTയിൽ വർക്ക് ചെയ്തതിന് ശേഷം യോക്കോഹാമ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ 1 വർഷം വർക്ക് ചെയ്യുകയും അതിനുശേഷം 2 വർഷം കൊറിയ യൂണിവേഴ്സിറ്റിയിൽ, ടോട്ടൽ 5 years ഓഫ് പോസ്റ്റ് ഡോക്ടറൽ എക്സ്പീരിയൻസ് ഇൻ ഫോറിൻ യൂണിവേഴ്സിറ്റി. അപ്പോൾ അവിടെയുള്ള എൻ്റെ എക്സ്പീരിയൻസ് YNU യോക്കോഹാമ നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ ഞങ്ങളെ ഗ്രൂപ്പിൻ്റെ ഫോട്ടോയാണ് അവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇത് കൊറിയ യൂണിവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് ക്യാമ്പസ് ഐ ഹാവ് ഷോൺ ഹിയർ. അത് 5 കൊല്ലത്തെ പോസ്റ്റ് ഡോക്ടറൽ എക്സ്പീരിയൻസിൽ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഞാനൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് നിങ്ങളോട് ഉദ്ദേശിക്കുന്നത്. ഇത് ട്രെൻഡിൻ്റെ ഒരു നല്ലൊരു ടീം, കരിയർ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ടീം, ഈ ഒരു ടീം പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മെസ്സേജ് എനിക്ക് മനസ്സിലാക്കിയത് യൂട്യൂബ് ചാനലിലേക്ക് ഇത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വൈഡ് പബ്ലിസിറ്റി ഇത്രയും കാര്യങ്ങൾക്ക് കിട്ടും എന്നത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇതിനുശേഷം 2013 ഞാൻ PSMO കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷവും എനിക്ക് ഫ്ലയർ എന്നൊരു അവാർഡ് കിട്ടി. ആ അവാർഡ് കേരള ഗവൺമെൻറ് നൽകുന്ന ഒരു അവാർഡാണ്. അതിൻ്റെ ഭാഗമായിട്ട് UK-യിലെ ഷെഫീൽഡ് ഹാലം യൂണിവേഴ്സിറ്റിയിൽ ഫാക്കൽറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് വെൽബീങ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ട്രെയിനി ആയിട്ട് 1 മാസം അവിടെ പോകാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് ലഭിച്ച ഇൻഫർമേഷൻസ് റിഗാർഡിങ് ഫെലോഷിപ്പ് ആൻഡ് സ്കോളർഷിപ്പ്, അതുമാത്രമല്ല ഇത് UK യൂണിവേഴ്സിറ്റി ഷെഫീൽഡ് ഹാലം യൂണിവേഴ്സിറ്റിയുടെ പിക്ചേഴ്സ്, ഞാൻ അവിടെ പോയ സമയത്ത് എടുത്ത പിക്ചേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ലഭിച്ച എക്സ്പീരിയൻസും
PSMO കോളേജിൽ ഞാൻ സ്കോളർഷിപ്പ് നോഡൽ ഓഫീസറായിട്ട് ഏകദേശം 8-9 വർഷം നടത്തിയ ആ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായി എനിക്ക് നേടിയ നോളജ് ബേസ്ഡ് ഓൺ ദാറ്റ് ടോപ്പിക് വിൽ ഷെയർ വിത്ത് യു. അപ്പോൾ എല്ലാവരും ഇത് വളരെ ശ്രദ്ധാപൂർവം ഈ ക്ലാസ് അറ്റ് ദി എൻഡ് വരെ നിങ്ങൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കുക, ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോവുകയാണ്. മേജർ ത്രെറ്റ്സ് ആൻഡ് ചലഞ്ചസ് എന്ന് പറയുന്നത് റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ സീറ്റ് കിട്ടുക എന്നാണ്. ഇനി സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സാധാരണയായിട്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ the lack of information regarding opportunities available, എവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതെന്നുള്ള ഇൻഫർമേഷൻ ഇല്ല എന്നത്. രണ്ടാമത്തേത് പുവർ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അതാണ് മറ്റൊരു ചലഞ്ച്. പിന്നെ കൺവെൻഷണൽ സിസ്റ്റത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്താൽ ഉള്ള ഒരു ഫിയർ, വെദർ യു മേ ഹാവ് സം കൺവെൻഷണൽ സിസ്റ്റത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്താൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസിൽ നമ്മൾ ഔട്ടാകുമോ എന്നുള്ള ഒരു ഫിയറാണ് ഒരു ഹയർ എഡ്യൂക്കേഷൻ പെർസ്പെക്റ്റീവിൽ ഉണ്ടാകുന്ന ചലഞ്ചസ്. എന്നാൽ ഫിനാൻഷ്യൽ ത്രെറ്റ്, ഇറ്റ് ഈസ് നോട്ട് എ മേജർ കൺസേൺ ഇഫ് യു റിയലി വിഷ് ടു ടേക്ക് അപ്പ് ഹയർ സ്റ്റഡീസ് ഇൻ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അങ്ങനെ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഹയർ എഡ്യൂക്കേഷൻ സ്റ്റഡീസിന് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരിക്കലും ഫിനാൻസ് ഒരു വിഷയമല്ല. ഒരുപാട് സ്കോളർഷിപ്പുകൾ കോളേജസിലും യൂണിവേഴ്സിറ്റിയിലും അക്കാദമിക്കലി റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ആണ് ഈ പ്രോഗ്രാം. അതുമാത്രമല്ല, നിങ്ങൾ ഹൈലി കോമ്പറ്റേറ്റീവ് ആയിരിക്കണം. അത് ഇതുപോലെ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ എഡ്യൂക്കേഷനിൽ സീറ്റ് കിട്ടണമെന്നുള്ള ഒരു അംബീഷ്യസ് ആയിരിക്കണം നിങ്ങൾ. അപ്പം ഞാൻ ആദ്യം ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട്, ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുവർ ചോയ്സ് ഏതൊക്കെയാണ് എന്നൊരു കാര്യം തുടക്കത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ബെസ്റ്റ് റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻ കേരള ഫോർ ഇൻ ഇന്ത്യ ഫോർ ഹയർ സ്റ്റഡീസ് ആർ IIC Bangalore and or ICES like Trivandrum ICES, Pune ICES, Kolkata, Mohali, Bhopal, Tirupati. അതേപോലെ IITs, Madras IIT, IIT Mumbai, Kharagpur, Delhi, Palakkad. NIT ആണെങ്കിൽ Trichy, Surathkal, Roorkela and Calicut. And there are many research institutes like TAFR, BARC, IMS and IMS Chennai Mathematical Institute and RRI Bangalore and Indian Institute of Astrophysics Bangalore. And there are many central universities, University of Hyderabad, Delhi University, JNU and Aligarh Muslim University, Banaras Hindu University and Pondicherry University and Jadavpur and Central University of Kerala. ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കാനുള്ള സ്കോളർഷിപ്പോ ഫെലോഷിപ്പോട് കൂടി പഠിക്കാനുള്ള അവസരങ്ങളെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതുപോലെ ഡൽഹി യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് കോളേജസ് ഉണ്ട്. സെന്റ് സ്റ്റീഫൻസ് കോളേജ്, ഹാൻസ് രാജ് കോളേജ്, ഹിന്ദു കോളേജ്, മിറാൻഡ ഹൗസ് കഴിഞ്ഞ പ്രാവശ്യം ഇറ്റ് വാസ് നമ്പർ 1 കോളേജ് ഇൻ NIRF റാങ്കിങ്. NIRF റാങ്കിങ് എന്ന് പറഞ്ഞാൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അളവുകോൽ നിർണയിക്കുന്ന ഒരു സമിതിയാണ് ഇന്ത്യയിൽ. അപ്പോൾ ആ NIRF റാങ്കിങ്ങിൽ ഏറ്റവും ബെസ്റ്റ് കോളേജസ് ആയിട്ടുള്ള കോളേജസ് ഒക്കെയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ കീഴിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കോളേജിൽ പഠിക്കുമ്പോൾ ലഭിക്കാവുന്ന സ്കോളർഷിപ്പുകളും നിങ്ങൾ ഫൈനാൻഷ്യൽ സപ്പോർട്ട് ലഭിക്കാവുന്ന സാധ്യതകളെ കുറിച്ചാണ് അടുത്ത് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കോളർഷിപ്പാണ് KVPY സ്കോളർഷിപ്പ്. KVPY സ്കോളർഷിപ്പ് നൽകുന്നത് DST ആണ്, പക്ഷെ ഇത് റൺ ചെയ്യുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്. KVPY സ്കോളർഷിപ്പ് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴിയാണ് ലഭിക്കുക. ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കംപ്ലീറ്റ്ലി ഓൺലൈനാണ്. കേരളത്തിൽ 4 ജില്ലകളായിട്ടുള്ള കാലിക്കറ്റ്, പാലക്കാട്, തൃശ്ശൂർ, ട്രിവാൻഡ്രം എന്നിവയിലാണ് സെന്റർ ഉണ്ടാകുക. ഇതിന് ആപ്ലിക്കേഷൻ ഫീ 1000 ആണ്. ജനറൽ OBCക്ക്, SC/STക്ക് കുറവാണ്. ഇതിന്റെ പ്രത്യേകത, KVPY സ്കോളർഷിപ്പ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അതിന്റെ കൂടെ തന്നെ ഇന്റർവ്യൂ കൂടി പാസ്സാകേണ്ടതുണ്ട്. അങ്ങനെ പാസ്സായി കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിൽ 80,000, ഒരു കൊല്ലത്തിൽ പെർ മന്ത് അല്ല, ഒരു കൊല്ലത്തിൽ 80,000 രൂപ സ്കോളർഷിപ്പായിട്ട് നിങ്ങൾക്ക് പഠന സമയത്ത് ലഭിക്കുന്നതാണ്. ഫോർ 5 years, പെർ ഇയർ 80,000. അത് KVPY പാസ്സായി കഴിഞ്ഞാൽ തീർച്ചയായും ഹയസ്റ്റ് റാങ്ക് ആണെങ്കിൽ റെപ്യൂട്ടഡ്, ഞാൻ ഈ പറഞ്ഞ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ
നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാൻ പറ്റും. IISc ജോയിൻ ചെയ്യാം. So you can see in this slide, India's great institute, IISc Bangalore, you can get admission in degree program after qualifying KVPY or IIT JEE Advanced or IIT JAM or GATE. There are many routes to get in IISc Bangalore. IISc Bangalore, it is one of the best one institute, and the NIRF ranking is always in the top position in India. And BRICS ranking, this is international ranking, that is 10th position. അപ്പോൾ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങനെയുള്ള സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും. ഇനി ഐസർ, ദാറ്റ് ഈസ് അനദർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ആൻഡ് ഐസർ ട്രിവാൻഡ്രത്തിൽ അതേപോലെ മറ്റുള്ള ഐസേഴ്സിലും 5 years BSMS പ്രോഗ്രാംസ് ഉണ്ട്. ഈ 5 years BSMS പ്രോഗ്രാംസിൽ ഫസ്റ്റ് 2 years ബേസിക് സയൻസിലുള്ള കോഴ്സും 3rd and 4th സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റ് ചൂസ് ചെയ്യും. 5th year റിസർച്ച് പ്രൊജക്റ്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള ഐസേഴ്സിൽ ഞാൻ പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ KVPY പ്രോഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവും. മറ്റ് ചാനൽസ് JEE ചാനലുണ്ട്, സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ബോർഡ് ചാനൽ കൂടിയുണ്ട്. ആൻഡ് സ്റ്റേറ്റ് ചാനൽ എന്ന് പറയുന്നത് there will be a NISER aptitude test, IAT എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ടാവും. വേരിയസ് സെന്റേഴ്സിലാണ് അക്രോസ് ദി കൺട്രി ദേ കണ്ടക്ട് ഇറ്റ്. സാധാരണഗതിയിൽ മാർച്ചിലാണ് അത് വിളിക്കാറ്. +2 മാർക്കാണ് കട്ട് ഓഫ്. പിന്നെ SC/ST കാറ്റഗറിക്ക് ഈ കട്ട് ഓഫ് കുറവുണ്ട്. പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ സമയത്തും നിങ്ങൾ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിലും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്കോളർഷിപ്പോട് കൂടി തന്നെ അവിടെ പഠിക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റി അഡ്മിഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മാർക്ക്, +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ സെന്റ് സ്റ്റീഫൻ കോളേജിൽ മാത്രം എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. യു ഗെറ്റ് എക്സലന്റ് ഫെസിലിറ്റീസ് ആൻഡ് ഫാക്കൽറ്റീസ് ദർ, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ. അതിന് അവിടെ പഠിക്കുമ്പോൾ, ഞാൻ പറയുന്നത് അവിടെ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാവുന്ന വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇൻസ്പയർ എന്ന് പറയുന്നത്. ഇൻസ്പയർ എന്ന് നൽകുന്നത് DST ആണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. DST നൽകുന്ന ഈ ഫെലോഷിപ്പ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇത് സാധാരണഗതിയിൽ ഓഗസ്റ്റ്-ഒക്ടോബർ മാസത്തിലാണ് വിളിക്കാറ്. ലഭിക്കുക ആർക്കാന്ന് വെച്ചാൽ ടോപ്പ് 1% ഓഫ് +2 പാസ് ഔട്ടിനാണ്. ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന 1% ആളുകളാണ് എലിജിബിൾ ഈ പ്രോഗ്രാം. ഇതിനും 80,000 പെർ ഇയർ ആണ്. അത് ശ്രദ്ധിക്കണം, ഫോർ 5 years. ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ കോളേജിൽ നിന്നും ഞാൻ പല സ്റ്റുഡൻസിനെയും പല പ്രാവശ്യം അപ്ലൈ ചെയ്തതിൻ്റെ ഫലമായി ഓരോ വർഷവും പല സ്റ്റുഡൻസിനും, ഞങ്ങളുടെ കോളേജിലുള്ള സ്റ്റുഡൻസിന് ഇൻസ്പയർ ഫെലോഷിപ്പ് കിട്ടാറുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ള, ഇൻസ്പയർ ഫെലോഷിപ്പോട് കൂടി തുടർ പഠനത്തിനും പോകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. BSc MSc ആണ് 5 yearsനാണ് ഇൻസ്പയർ ഫെലോഷിപ്പ് ലഭിക്കുക. 5 yearsന് 4 lakh കിട്ടും. അപ്പൊ അതിനുശേഷം ഹയർ സ്റ്റഡീസിന് PhDക്ക് പോവുകയാണെങ്കിലും ഇൻസ്പയർ പ്രോഗ്രാം ഉണ്ട്. അതിന് PhDക്കും ഫെലോഷിപ്പോട് കൂടി പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇൻസ്പയർ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് എന്തിനാ അവർ നൽകുന്നത് വെച്ചാൽ റിസർച്ചിലേക്ക് കുട്ടികളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള അട്രാക്റ്റീവ് പ്രോഗ്രാമിൽ എന്ത് ചെയ്യുന്നത്, കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഫലമായി എൻ്റെ കോളേജിലുള്ള പല കുട്ടികളും ഇപ്പോൾ അത് ലഭിച്ച കുട്ടികളും റിസർച്ചിലുണ്ട്. ഫോർ എക്സാമ്പിൾ പ്രിയ എന്ന് പറയുന്ന കുട്ടി IIT മദ്രാസിലാണ്. ഫസൽ റഹ്മാൻ ആസ്ട്രോഫിസിക്സിൽ PhD ചെയ്യാണ്. ലാവണ്യ മെറ്റീരിയൽ കെമിസ്ട്രിയിൽ NCL പൂനെയിൽ PhD ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ഉദ്ദേശത്തിലാണ് അവർ ഇൻസ്പയർ പ്രോഗ്രാംസിനെ കുട്ടികളെ എന്ത് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത്, പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇനി മറ്റൊരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് സ്പോൺസേർഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് പ്രതിഭ സ്കോളർഷിപ്പാണ്. പ്രതിഭ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഇതൊരു റാങ്കാണ്. 100 സ്റ്റുഡൻസിനെ അവർ ഇതിലേക്ക് സെലക്ട് ചെയ്യും. അപ്ലൈ ചെയ്യുന്ന സയൻസ് സ്ട്രീമിലുള്ള 100 സ്റ്റുഡൻസിനെ ഇതിലേക്ക് സെലക്ട് ചെയ്യും. ഇത് കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന KSCSTE സൈറ്റിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്.
ഇനി മറ്റ് സ്കോളർഷിപ്പിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പൊ പറഞ്ഞിട്ട് വലിയൊരു കാര്യം ഉണ്ടാവില്ല. പക്ഷേ ഒരു ഔട്ട്ലൈൻ ഏതൊക്കെയാണ് ഉള്ളത് എന്നുള്ള ഒരു ഔട്ട്ലൈൻ ഡിഗ്രി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ PGക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാവുന്ന സ്കോളർഷിപ്പ് ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ ആണ് ഞാൻ ഇവിടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രതിഭ ഞാനിപ്പം പറഞ്ഞത് 1,65,000 രൂപ 5 വർഷത്തേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് എല്ലാ സബ്ജക്ട്സിലുള്ള കുട്ടികളും, വളരെ ശ്രദ്ധിക്കുക, ഈ ഒരു സ്കോളർഷിപ്പ് എല്ലാ സബ്ജക്ട്സിലുള്ള കുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. സയൻസ് മാത്രമല്ല, ആർട്സ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ്. അപ്പോൾ ഈ സ്കോളർഷിപ്പ് 5 ഇയേഴ്സിനേക്കാണ്. 1,65,000 ടോട്ടൽ യു ഗെറ്റ് ഇറ്റ് ഫോർ 5 ഇയേഴ്സ്. മറ്റൊരു സ്കോളർഷിപ്പ് 5 ഇയേഴ്സിലുള്ളത് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് ആണ്. ഇത് സെൻട്രൽ ഗവൺമെന്റ് നൽകുന്നതാണ്. ടോട്ടൽ 70,000 ഫോർ 5 ഇയേഴ്സ് യു ഗെറ്റ് ഇറ്റ് ഫോർ ഇൻക്ലൂഡിങ് ഡിഗ്രി ആൻഡ് PG. അതുപോലെ തന്നെ ഈ CSS എന്ന് പറയുന്ന പ്രോഗ്രാം നിങ്ങൾ പിന്നെ മറ്റുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ആ ചെയ്യുന്ന കുട്ടികൾക്കും സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് നിങ്ങൾ ഫീ റീഎംബേഴ്സ്മെന്റ് എന്ന് പറയുന്ന ഫീ റീഎംബേഴ്സ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഈ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിലൂടെ ലഭിക്കുന്നതാണ്. മറ്റൊരു സ്കോളർഷിപ്പ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പാണ്. 15,000 യു ഗെറ്റ് ഇറ്റ് ഫോർ ഡിഗ്രി ആൻഡ് ഫോർ PG യു ഗെറ്റ് ഇറ്റ് 12,000 ഫോർ 2 ഇയേഴ്സ്. മറ്റൊന്ന് സുവർണ ജൂബിലി മെറിറ്റ് കേരള ഗവൺമെന്റ് നൽകുന്നതാണ്. 30,000 ഫോർ 3 ഇയേഴ്സ്. ആൻഡ് മുസ്ലിം ഗേൾസ് 15,000 ഫോർ 3 ഇയേഴ്സ് ആൻഡ് 12,000 ഫോർ PG സ്റ്റഡീസ്. അതേപോലെ PH കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന് ബ്ലൈൻഡ് ആൻഡ് PH സ്കോളർഷിപ്പ് യു ഗെറ്റ് 18,000 ഫോർ 3 ഇയേഴ്സ്. ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് നൽകുന്ന MHRD സ്കോളർഷിപ്പ് ടു ഡിഫറൻ്റ്ലി ആബിൾഡ് സ്റ്റുഡൻസ് യു ഗെറ്റ് 30,000 ഫോർ 3 ഇയേഴ്സ്. അതേപോലെ ഹിന്ദി ഒരു ഉപഭാഷയായിട്ട് പഠിക്കുമ്പോൾ ഡിഗ്രി തലത്തിൽ തന്നെ നിങ്ങൾക്ക് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് മൾട്ടിപ്പിൾ സ്കോളർഷിപ്പ് അലൗ ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പാണിത്. മൾട്ടിപ്പിൾ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കുട്ടിക്ക് ഒരു സ്കോളർഷിപ്പേ വാങ്ങാൻ പാടുള്ളൂ എന്നാണ് ഈ ഒരു ഏജൻസിയിൽ നിന്നാണെങ്കിൽ. പക്ഷേ ഹിന്ദി ആണെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സ്കോളർഷിപ്പ് പറ്റും. പിന്നെ ഫോർവേഡ് കാസ്റ്റ്, പിന്നെ ഇതിൽ ഇല്ലാത്ത ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ഇത് +2 സ്റ്റുഡൻസ് ആയതുകൊണ്ടാണ് PGക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള സ്കോളർഷിപ്പുകൾ ഉണ്ട്, ഹൈ എമൗണ്ട് കിട്ടുന്ന. ഒന്ന് PG ഇന്ദിരാഗാന്ധി സ്കോളർഷിപ്പ് ഫോർ സിംഗിൾ ഗേൾ ചൈൽഡ്. ഒറ്റ പെൺകുട്ടിയാണെങ്കിൽ അവർക്ക് 34,000 പെർ ഇയർ ഡിഗ്രി PG കാലയളവിൽ കിട്ടുന്നതാണ്. 2 അതും മൾട്ടിപ്പിൾ സ്കോളർഷിപ്പ് പറ്റും എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സ്കോളർഷിപ്പ് അവൈൽ ചെയ്യാനുള്ള അർഹതയുണ്ട്. മറ്റൊരു സ്കോളർഷിപ്പ് UGC സ്കോളർഷിപ്പ് ഫോർ ഫസ്റ്റ് റാങ്ക്. ഡിഗ്രി ഫസ്റ്റ് റാങ്ക് കിട്ടുകയാണെങ്കിൽ അവർക്ക് UGC സ്കോളർഷിപ്പ് വലിയ എമൗണ്ട് കിട്ടും. അതും മൾട്ടിപ്പിൾ സ്കോളർഷിപ്പ് ഡിസേർവിംഗ് ആണ്. ഇനി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കോളർഷിപ്പിന്റെ സൈറ്റുകൾ ജസ്റ്റ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ജസ്റ്റ് +2 സ്റ്റുഡൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ SSLC സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓർമ്മിച്ച കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് നൽകുന്ന കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ നൽകുന്ന സ്കോളർഷിപ്പാണ് ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ്. അത് ഈ hec.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പോയാൽ ഈ ഒരു ലിങ്ക് കാണും, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ സ്കോളർഷിപ്പിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, 12,000 ഫോർ ഫസ്റ്റ് ഇയർ ഡിഗ്രി ആൻഡ് 18,000 ഫോർ സെക്കൻഡ് ഇയർ ഡിഗ്രി ആൻഡ് തേർഡ് ഇയർ 25,000 you get. And PG you get 40,000 PG first year, and PG second year you get it is around 60,000. അപ്പോൾ അത്ര എമൗണ്ട് കിട്ടുന്നതാണ് ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ്. മറ്റൊന്ന് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ്. ഇറ്റ് ഈസ് എൻ അവാർഡ്, ഇറ്റ് ഈസ് നോട്ട് എ സ്കോളർഷിപ്പ്. ഇത് നൽകുന്ന മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ആണ് കേരളയിലെ. ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന SSLCയിൽ ഫുൾ A+ കിട്ടിയ കുട്ടി പിന്നെ +2 ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം. സാധാരണ അവർ പ്രിഫർ ചെയ്യുന്നത് BPL സ്റ്റുഡൻസിനെയാണ്. പക്ഷേ BPLന്റെ അഭാവത്തിലുള്ള മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുള്ള ആളുകൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അത് അപ്ലൈ ചെയ്യേണ്ടത് SSLC എവിടെയാണോ പഠിച്ചത് ആ സ്കൂളിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി +2
പാസ് ഔട്ട് ആയ കുട്ടികൾ ഡിഗ്രി പഠിക്കുന്ന കോളേജിൽ ഡിഗ്രി പഠിച്ച് ഫുൾ +2 കിട്ടിക്കഴിഞ്ഞാൽ അവർ അപ്ലൈ ചെയ്യേണ്ടത് അവരെവിടെയാണോ പഠിച്ച ആ +2 പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പലരും നേരെ കോളേജിൽ വന്ന് ഫോം നൽകാറുണ്ട്. അങ്ങനെയല്ല, പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി PGക്ക് പഠിക്കുന്ന കുട്ടികൾ ഡിഗ്രി എവിടെയാണോ പഠിച്ചത് അവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈനാണ് ആപ്ലിക്കേഷൻ. ഓക്കെ. അപ്പോൾ ഇതൊരു അവാർഡാണ്. ഇത് മൾട്ടിപ്പിൾ സ്കോളർഷിപ്പ് പറ്റുന്നതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ സെൻട്രൽ ഗവൺമെന്റ് നൽകുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സ്കോളർഷിപ്പുകളുണ്ട്. ഈ സൈറ്റിൽ നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റും. scholarships.gov.in നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ എന്ന് ഗൂഗിൾ ചെയ്താൽ മതി. അപ്പോൾ ഈ സൈറ്റിൽ പോയാൽ ഒരുപാട് സ്കോളർഷിപ്പുകൾ നിങ്ങൾ കാണാം. ഇതാണ് സൈറ്റ് അഡ്രസ്. ഇതിൽ പോസ്റ്റ് മെട്രിക് ഉണ്ട്, സെൻട്രൽ സെക്ടർ ഉണ്ട്, മെറിറ്റ് കം മീൻസ് ഉണ്ട്, UGC നൽകുന്ന സ്കോളർഷിപ്പ് ഉണ്ട്, AICTE നൽകുന്ന സ്കോളർഷിപ്പ് ഉണ്ട്. ഒരുപാട് സ്കോളർഷിപ്പ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഈ പോർട്ടലിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മറ്റൊരു സ്കോളർഷിപ്പ് പല ആളുകൾക്കും അവെയർ അല്ലാത്ത ഒരു സ്കോളർഷിപ്പാണ് ഇത്. SIB സ്കോളർ, സൗത്ത് ഇന്ത്യൻ ബാങ്ക് നൽകുന്ന സ്കോളർഷിപ്പാണ്. ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഗവൺമെന്റ് +2 നിന്ന് +2 പാസ്സായിരിക്കണം, 85% മാർക്ക് ഉണ്ടാകണം, ഫാമിലി ഇൻകം ഷുഡ് ബി ലെസ് ദാൻ 1 lakh, ആൻഡ് യു കൻ ഗെറ്റ് 100% ട്യൂഷൻ റീഇംബേഴ്സ്മെന്റ് ആൻഡ് മന്ത്ലി അലവൻസ് ഓഫ് 4,000. ഏതൊക്കെ കോഴ്സിന് പറ്റുമെന്ന് വെച്ചാൽ BTech, MBBS, BDS, BHMS, BVMS, BPharm ആൻഡ് BSc നഴ്സിംഗ്. പ്രൊഫഷണൽ കോഴ്സിനും UG കോഴ്സിനും ഈ സ്കോളർഷിപ്പ് ലഭിക്കും. ഞങ്ങളുടെ കോളേജിലെ കുട്ടികൾക്ക് ഇത് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ എക്സ്പീരിയൻസിന്റെ ബേസിൽ മാത്രമേ ഞാൻ പറയുന്നത്. ഞാനിത് പ്രൊഫഷണലി ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ചെയ്തു കൊടുക്കുന്ന കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ. മറ്റൊരു സ്കോളർഷിപ്പ് ഡിഗ്രി അല്ലാത്ത ചില ആളുകൾ CA ഒക്കെ പഠിക്കുകയാണെങ്കിൽ ICWA, CMA, CS സ്കോളർഷിപ്പ് ഉണ്ട്. അങ്ങനെയുള്ള കോഴ്സുകൾക്കുണ്ട്. പെർ ആനം യു മേ ഗെറ്റ് ഇറ്റ് 50,000. ആൻഡ് എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഷുഡ് ബി മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് നൽകുന്നതാണ്. മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, പാർസീസ് ആൻഡ് ജൈൻസ് കമ്മ്യൂണിറ്റി ഉള്ള ആളുകൾക്കാണ് കിട്ടുക. അതേപോലെ APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് നൽകുന്നു. 6,000 പെർ ഇയർ. യു ഗെറ്റ് ഇറ്റ് ഫോർ ഡിപ്ലോമ കോഴ്സസ് ഇൻ ഗവൺമെന്റ് ഓർ എയ്ഡഡ് കോളേജസ്. ഡിപ്ലോമ കോഴ്സസിനാണ്. ഇതും മൈനോറിറ്റി സ്റ്റുഡൻസിനുള്ളതാണ്. ഇത്രയാണ് സ്കോളർഷിപ്പിനെ കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അടുത്തത് ഫെലോഷിപ്സുകളെ കുറിച്ച്. ഒരുപാട് ഫെലോഷിപ്സ് പിന്നെ സമ്മർ റിസർച്ച് ആയാലും റിസർച്ച് ചെയ്യാനും കുട്ടികളെ റിസർച്ചിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി പല ഗവൺമെന്റുകൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സ്കീമാണ് സ്പിറ്റിസ് എന്ന് പറയുന്ന സ്കീം ഫോർ പ്രൊമോട്ടിംഗ് യങ് ടാലൻസ് ഇൻ സയൻസ്. ഇത് സ്കൂൾ ലെവലിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു പ്രോഗ്രാമാണ്. ക്ലാസ് 8 മുതൽ +2 വരെയുള്ള സ്റ്റുഡൻസിന് യു ഗെറ്റ് an award, a 5,000 project money for doing a small science project. ചെറിയൊരു ആശയം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ +2നോ അല്ലെങ്കിൽ ഹൈസ്കൂൾ ലെവലിലോ ചെറിയൊരു ആശയം ഉണ്ടെങ്കിൽ അതൊരു റൈറ്റപ്പ് ആക്കിയിട്ട് ഒരു സൂപ്പർവൈസറെ കണ്ടെത്തിയിട്ട് കോളേജിലുള്ള അധ്യാപകനെ കണ്ടെത്തിയിട്ട് ഈ ഒരു പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ആശയം പ്രാവർത്തികമാക്കാൻ അത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു എമൗണ്ട് ഈ ഗവൺമെന്റ് നൽകും. ഇനി കോളേജിൽ പഠിക്കുമ്പോൾ ഇതേ പ്രോഗ്രാമിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 10,000, കുറച്ചുകൂടി എമൗണ്ട് കൂടുതലാണ്. സ്പിറ്റിസ് സെക്കൻഡ് പ്രോഗ്രാം എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ സാധാരണ ഒരു സൂപ്പർവൈസിങ് ടീച്ചർ ഇതിന് വേണം. പിന്നെ ഈ കിട്ടുന്ന സ്റ്റുഡൻസിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സയൻസ് ടാലന്റ് ഫെയർ, ചിൽഡ്രൻ സയൻസ് കോൺഗ്രസ് അല്ലെങ്കിൽ കേരള സയൻസ് കോൺഗ്രസ്, ഇതിനൊക്കെ അവരുടെ ഈ ഒരു ആശയത്തെ പ്രസന്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ലഭിക്കും എന്നുള്ളതാണ്. മറ്റൊരു പ്രോഗ്രാം POCE പ്രോഗ്രാം. ദിസ് ഇസ് എ പ്രോജക്ട് ഓറിയന്റഡ് കെമിസ്ട്രി എഡ്യൂക്കേഷൻ, കെമിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയും. ഇത് സാധാരണ ലഭിക്കുന്നത് BSc ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ച് സ്റ്റുഡൻസിന് സയൻസിലേക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അവര് ഡിഗ്രി പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ 3 വർഷവും സമ്മർ വെക്കേഷനിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള JNCASR ബാംഗ്ലൂരിൽ പോയിട്ട് റിസർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ സമ്മറിലും
2 മാസം JNCASR ബാംഗ്ലൂരിൽ പോയി റിസർച്ച് ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. ഇത് ബയോളജി പഠിക്കുന്ന കുട്ടികൾക്കുണ്ട്. അതിനെയാണ് പ്രൊജക്ട് ഓറിയന്റഡ് ബയോളജിക്കൽ എഡ്യൂക്കേഷൻ, POBE എന്ന് പറയും. ഇതും ബയോളജി പഠിക്കുന്ന കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന് ഫെലോഷിപ്പോട് കൂടി 8,000 പെർ മന്ത് യു ഗെറ്റ് ഇറ്റ് ഫോർ ആൻഡ് ട്രാവലിംഗ് എക്സ്പെൻസ് ഒക്കെ കവർ ചെയ്യും. You can work 6 to 8 weeks and in summer vacation in all summers. അതാണ് 3 വർഷവും ഓരോ സമ്മറിലും വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോയി വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം നൽകും. ഇനി ഞാൻ പറയുന്നത് എൻ്റെ കോളേജിലെ ഒരു സ്റ്റുഡൻറ് ഈ ഒരു പ്രോഗ്രാമിന് സെലക്ട് ചെയ്യപ്പെട്ടു 2013. അവര് ഡോക്ടർ രഞ്ജനി വിശ്വാന്ത എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിന്റെ കൂടെ ക്വാണ്ടം ഡോട്ട് ലബോറട്ടറിയിൽ JNCASR ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തു. അതിൻ്റെ പിക്ചറാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വിബ്ജിയോഷി ക്യാമ്പ് അവർ കണ്ടക്ട് ചെയ്യും. ആ ക്യാമ്പിൽ ഈ സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് രാജ്യത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളായ IIC, IISER, IIT എന്നിവ അവിടെയുള്ള സ്റ്റുഡൻസിൻ്റെ കൂടെ ഈ നമ്മുടെ കോളേജിലുള്ള ഈ സ്റ്റുഡൻസിനും ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നതാണ്. ഈ സയൻസ് ക്യാമ്പിൽ ഇന്റർനാഷണലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള സയന്റിസ്റ്റുകളാണ് ഇവിടെ ക്ലാസ്സുകൾ എടുക്കാൻ വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം, ഇതേപോലെ POBE പ്രോഗ്രാമിന് ഞങ്ങളുടെ കോളേജിൽ നിന്നും അർഷദ് എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് കഴിഞ്ഞ 3 കൊല്ലവും JNCASR ബാംഗ്ലൂരിൽ ഇപ്പോൾ റിസർച്ച് ചെയ്യാനുള്ള ഡിഗ്രി പഠിക്കുമ്പോൾ റിസർച്ച് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അർഷദ് MSCക്ക് ഇതിൻ്റെയൊക്കെ ഫലമായാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം, ഒരു ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവരെ ഹയർ സ്റ്റഡീസിന് അതിന് വലിയൊരു മോട്ടിവേഷൻ ആകും എന്നതാണ്. അർഷദ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടായ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിൽ MSCക്ക് പഠിക്കുകയാണ്. ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള PG എൻട്രൻസ് എക്സാം ക്വാളിഫൈ ചെയ്തതിന് ശേഷമാണ് അർഷദ് അവിടെ പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാം, ഒരുപാട് പ്രോഗ്രാം, 2 months സമ്മർ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. നമ്മൾ ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ ഇന്റേൺഷിപ്പ് മറ്റുള്ള റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ചെയ്യാനുള്ള അവസരങ്ങൾ, അങ്ങനെയുള്ള ഒരു അവസരങ്ങൾ എന്തിനാന്ന് വെച്ചാൽ സയന്റിഫിക് ടെമ്പർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സ്റ്റുഡൻസിൽ. അതേപോലെ സയൻസ് കരിയർ അല്ലെങ്കിൽ ആർട്സിലാണെങ്കിലും PhDയിലേക്ക് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാം പല ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളും കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള പ്രോഗ്രാമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നത്, സ്റ്റേപ്പൻഡോട് കൂടി നിങ്ങൾക്ക് IISERൽ പോകാനുള്ള ചാൻസ് ഉണ്ട്, ഫെലോഷിപ്പോട് കൂടി. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ബാംഗ്ലൂരിലെ JNCASR ബാംഗ്ലൂരിലെ വിവിധ വിഷയങ്ങളിൽ അതിൽ എഞ്ചിനീയറിംഗ് സയൻസ് ഉണ്ട് എന്നുള്ളതാണ്. എഞ്ചിനീയറിംഗ് സയൻസ് പഠിക്കുന്ന കുട്ടികൾക്കും അവിടെ ഫെലോഷിപ്പോട് കൂടി ഇന്റേൺഷിപ്പ് പോകാനുള്ള ഒരു അവസരമുണ്ട് എന്നുള്ളതാണ്. അതേപോലെ ഈ സമ്മർ റിസർച്ച് പ്രോഗ്രാമിന് ഞങ്ങളുടെ കോളേജിൽ നിന്നും സെലക്ട് ചെയ്യപ്പെട്ട ഇപ്പോൾ ഈ ഞങ്ങളെ ഫൈനൽ ഇയർ വിദ്യാർത്ഥിയായിട്ടുള്ള ഒരു കുട്ടി IISER ബഹ്മപൂർ അവിടെ SRF റിസർച്ചിന് സമ്മറിൽ ഡിഗ്രി സെക്കൻഡ് ഇയറിൽ തന്നെ സമ്മർ റിസർച്ച് ചെയ്യാനുള്ള ഒരവസരം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു സ്ലൈഡാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതേപോലെ ഒരുപാട് അവസരങ്ങൾ നൽകുന്ന ഓർഗനൈസേഷൻ പ്രൈവറ്റ് അല്ല, ഇതൊക്കെ ഗവൺമെൻറ്റാണ്. പബ്ലിക് സെക്ടർ ആൻഡ് ഗവൺമെന്റ് ഏജൻസീസ് ആർ ദർ. അതിലൊന്നാണ് ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ്. ഇത് ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ് വിവിധ വിഷയങ്ങൾ ഇന്റേൺഷിപ്പ് നൽകുന്നുണ്ട്. അതിന് ചില പ്രൊജക്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളും ചെറിയ റൈറ്റപ്പ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സമ്മർ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള അവസരമാണ് നൽകുന്നത്. അപ്പോൾ അങ്ങനെ IIC ബാംഗ്ലൂർ അതേപോലെ നൽകുന്നുണ്ട്. SC ST സ്റ്റുഡൻസിന് മാത്രമായിട്ട് IIC ബാംഗ്ലൂർ നൽകുന്നുണ്ട്. അതേപോലെ IIT മദ്രാസ് നൽകുന്നുണ്ട്. ഫസ്റ്റ് ഇയർ BSc MSc ആൻഡ് MA. ഫസ്റ്റ് ഇയർ MA സ്റ്റുഡൻസിന് സമ്മർ പ്രോഗ്രാം ഉണ്ട്. ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടികൾ, ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടികൾക്ക് IIC മദ്രാസിൽ സമ്മറിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതേപോലെ ACSIR എന്ന് പറയുന്ന സയന്റിഫിക് ബോഡി, ഇന്നോവേഷൻ ഒരു ബോഡിയാണ്. അവർ ഒരു 25,000 ഈ സമ്മർ റിസർച്ച് ഇന്റേൺഷിപ്പിന് മന്ത്ലി നൽകും. 2 months you may get it 50,000 and that selection is based on your proposal and interview. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഇറ്റ്സ് എ ഹൈലി കോമ്പറ്റേറ്റീവ്, ഈവൻ ദോ യു ക്യാൻ
ഗെറ്റ് ഇറ്റ് എന്ന് ഞാൻ 100% പറയും. ഞാൻ പറയുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, എൻ്റെ കോളേജിലെ ഞങ്ങളുടെ സ്റ്റുഡൻസ് ഈ ഒരു പ്രോഗ്രാമിനൊക്കെ സെലക്ട് ചെയ്യപ്പെട്ടു എന്നതുകൊണ്ട് തന്നെയാണ്. അതിൻ്റെ എവിഡൻസ് ആണ് ഞാൻ ഈ സ്ലൈഡിൽ കാണിക്കുന്നത്. ഓരോ വർഷവും 2014 മുതൽ നിങ്ങൾക്ക് കാണാം പല സ്റ്റുഡൻസും ഈ പ്രോഗ്രാമിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടു. പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും ബാർക്ക് മുംബൈയിൽ വർക്ക് ചെയ്തവരുണ്ട്, NIIST ട്രിവാൻഡ്രത്തിൽ വർക്ക് ചെയ്തവരുണ്ട്, ഐസർ ട്രിവാൻഡ്രത്തിൽ വർക്ക് ചെയ്തവരുണ്ട്, ജയൻസ് JCRൽ വർക്ക് ചെയ്തവരുണ്ട്. അതേപോലെ ഇങ്ങനെയുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ട് 2017-ലും 2019-ലും 2020 വരെ സ്റ്റുഡൻസ് ഈ വിവിധങ്ങളായിട്ടുള്ള പ്രോഗ്രാമിന് സെലക്ട് ചെയ്യപ്പെട്ടതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇത് പറ്റും എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണിത്. ഇനി ഡിഗ്രി പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രോഗ്രാമാണ്, ഒരു പക്ഷേ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും, കമ്മ്യൂണിറ്റി കോളേജ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് US-ൽ സൗജന്യ പഠനത്തിന് അവസരമൊരുക്കുന്ന ഒരു പദ്ധതിയാണ്. നിങ്ങൾ ഡിഗ്രി ഇവിടെ പഠിക്കുമ്പോൾ തന്നെ ഒരു 6 months കോഴ്സ് യു കൻ ഡു ദർ ഇൻ US, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. അങ്ങനെ കോഴ്സ് ചെയ്ത 3 കുട്ടികളുടെ ഒരു വാർത്തയാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. മലപ്പുറത്തെ മെഡിക്കൽ MES കോളേജ് മമ്പാടിൽ ഡിഗ്രി പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അമേരിക്കയിൽ വർക്ക് ചെയ്യാൻ സാധിച്ച കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണിത്. മാത്രമല്ല ഞാൻ ഇനി നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് ആണ്. എങ്ങനെ ഒരു ഹയർ ലെവലിലേക്ക് സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും എന്നത് കാണിക്കാൻ വേണ്ടി ചില ആളുകളെ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊന്നാണ് ഹാമിദ് എന്ന് പറയുന്ന എൻ്റെ സ്റ്റുഡൻറ്റ്, BSc PSMO കോളേജിൽ ചെയ്ത് ജാം എന്ന് പറയുന്ന ക്വാളിഫയിങ് എക്സാമോടുകൂടി PGക്ക് MScക്ക് IIT ജോധ്പൂരിൽ വർക്ക് ചെയ്തു. അതിനുശേഷം അവിടെ ഒരു MSc റിസർച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ അവൻ്റെ റിസർച്ച് വർക്ക് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജേർണലിൽ പബ്ലിഷ് ചെയ്തതിൻ്റെ ഫലമായിട്ട് അവന് NCL പൂനെയിൽ പ്രൊജക്റ്റ് ട്രെയിനി ആയിട്ട് അഡ്മിഷൻ ലഭിച്ചു. ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഹാമിദ് ഉള്ളത് യൂണിവേഴ്സിറ്റി ഓഫ് പാരീസിൽ PhD ആണ്. അപ്പോൾ ഈ ഒരു റൂട്ടിൽ കൂടി നമുക്ക് ഫോറിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ പറഞ്ഞത്. മറ്റൊരു സ്റ്റുഡൻറ്റ് ജാം ജോയിന്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ മാസ്റ്റേഴ്സ് പ്രോഗ്രാമാണ്, ഡിഗ്രി കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു പ്രോഗ്രാമാണ്. MScക്ക് NIT സൂറത്കലിൽ ഈ എക്സാം കോമ്പറ്റേറ്റീവ് എക്സാം ക്വാളിഫൈ ചെയ്തതിന് ശേഷം അവിടെ വർക്ക് ചെയ്യുകയും ആ MSc കാലയളവിൽ തന്നെ ഇതേപോലെ തന്നെ ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജേർണലിൽ അവൻ്റെ വർക്ക് പബ്ലിഷ് ചെയ്തതിൻ്റെ ഫലമായി അവന് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ പല പല ഇൻഡസ്ട്രീസിലും അവന് ജോബ് ഓഫർ വന്നു എന്നുള്ളതാണ്. ആ ഒരു രീതിയിലും നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാം. പിന്നെ മറ്റൊരു ഫെലോഷിപ്പ്, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫെലോഷിപ്പ് എന്ന് പറയുന്നത് CSIR ഫെലോഷിപ്പ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിന് UGC ഫെലോഷിപ്പ് എന്ന് പറയും. UGC പ്രോഗ്രാം PG കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരു സ്കോളർഷിപ്പാണിത്. ലിവിങ് എക്സ്പെൻസിനും അതിൽ കൂടുതൽ എമൗണ്ട് they will paid for you. Around 31,000 you get it per month, 31,000 per month for 2 years for doing PhD, and 35,000 third year മുതൽ 35,000 you get it for 3 years. അപ്പോൾ എത്രയും എമൗണ്ട് നിങ്ങൾക്ക് PhD ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നതാണ്. അങ്ങനെയുള്ള ഒരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള PhD പിന്നെ ഉള്ള ഒരു സ്കോളർഷിപ്പാണ് പ്രൈം മിനിസ്റ്റേഴ്സ് റിസർച്ച് ഫെലോഷിപ്പ്. ഈയിടെയായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇറ്റ്സ് എ വെരി ഗുഡ് എമൗണ്ട് ദേ ആർ പ്രൊവൈഡിങ് ഫോർ ഡൂയിങ് PhD. ഇത് അസ്ലം വില്ലൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സ്റ്റുഡൻ്റ് ആണ്. അസ്ലം NIT സൂറത്കലാണ് MSc ചെയ്തത്. അതിനുശേഷം അസ്ലം എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും ഒരുപാട് എക്സാമിന് അവൻ അപ്ലൈ ചെയ്തു. ഞാനിവിടെ ഒരു ടേബിൾ കാണിച്ചിട്ടുണ്ട്. അതിൽ അവൻ അറ്റംപ്റ്റ് ചെയ്തിട്ട് ഫെയിലായിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അറൌണ്ട് 15 ഈസ് ദർ ഇൻ ദിസ് സ്ലൈഡ്. ആൻഡ് ഇത് ഇവിടെ അവസാനിക്കുന്നില്ല. 35 പിന്നെ കോമ്പറ്റേറ്റീവ് പ്രോഗ്രാംസിന് അവന് അപ്ലൈ ചെയ്തു. മോസ്റ്റ് ഓഫ് ദ കേസസ് ഹി ഫെയിൽഡ്. സക്സസ് എസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം, വളരെ ചുരുങ്ങിയ ഒരു കോളത്തിൽ മാത്രമേ, 2-3 കോളത്തിലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിത് പറയുന്നത് പക്ഷേ അവന് ഒരിക്കലും നിരാശനായിട്ടില്ല.
അവസാനം അവനക്ക് ലഭിച്ചത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസും ഏറ്റവും വലിയ എമൗണ്ടുമായിട്ടുള്ള പ്രൈം മിനിസ്റ്റേഴ്സ് റിസർച്ച് ഫെലോഷിപ്പാണ്. 17,000 per month you can get it for doing PhD. Now he is doing PhD at best IIT, that is IIT other than Mumbai. IIT മുംബൈയിൽ ഇപ്പോൾ PhD ചെയ്യാണ്. അപ്പോൾ അങ്ങനെയുള്ള അടുത്ത സ്ലൈഡിൽ യു ക്യാൻ സീ ദ ഫെയിലിംഗ് സ്റ്റോറി ഓഫ് മിസ്റ്റർ അസ്ലം വില്ലൻ ആൻഡ് 35 more than 35 application was failed, but he never lose his confidence. വീണ്ടും അപ്ലൈ ചെയ്തു. അങ്ങനെ അവന് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള എമൗണ്ട് കിട്ടി. ഈ PMRF എന്ന് പറയുന്നത് പല ആളുകൾക്കും ലഭിക്കാവുന്ന സ്കോളർഷിപ്പ് എന്ന് പറയാൻ വേണ്ടിയാണ്. വളരെ കോമ്പറ്റേറ്റീവ് ആണ്, പക്ഷേ നമ്മുടെ ഭാഗത്തുള്ള ആളുകൾക്ക് ഒരുപാട് ലഭിക്കുന്നുണ്ട് ഈയിടെ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ജുസൈന എന്ന് പറയുന്ന കുട്ടി ഐസർ ഭോപ്പാലിൽ ഇന്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് പഠിച്ചു, ഫസ്റ്റ് റാങ്കോട് കൂടി പാസ്സായി. ഇപ്പം IICയിൽ MS PhD ചെയ്യുന്ന ജുസൈന എന്ന സ്റ്റുഡൻറ്റിന്, പിന്നെ മലപ്പുറത്തുള്ള കുട്ടിക്ക് ഈ PMRF എന്ന് പറയുന്ന ഈ ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ ഒരു ന്യൂസ് ഞാൻ കണ്ടിരുന്നു, നമ്മുടെ ഭാഗത്തുള്ള ഒരു കുട്ടിക്ക് ഈ PMRF ലഭിച്ച ഒരു ന്യൂസ്. അപ്പോൾ കേരളത്തിലുള്ള ഒരുപാട് സ്റ്റുഡൻസിന് ഈ ഒരു ഫെലോഷിപ്പ് ലഭിക്കുന്നുണ്ട്. ഇനി ഞാൻ അടുത്ത ഫ്യൂ മിനിറ്റ്സിൽ നിങ്ങളോട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് ഇൻ അബ്രോഡ്. നമുക്കറിയാം there are many excellent universities in foreign country like University of Oxford, University of Cambridge, Stanford, Massachusetts Institute of Technology, California, Harvard, Princeton and Imperial University of Chicago. ഇങ്ങനെയുള്ള റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കാൻ പറ്റുന്ന സ്കോളർഷിപ്പുകൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചൊരു ഔട്ട്ലൈൻ മാത്രമാണ്. ഈ ഔട്ട്ലൈനിൽ നിന്ന് നിങ്ങൾ ഫർദർ എന്ത് ചെയ്യണം, നിങ്ങൾ ഇൻഫർമേഷൻ കണ്ടെത്തുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള സ്കോളർഷിപ്പ് ഒന്ന് ഇൻലാക് സ്കോളർഷിപ്പാണ്. ഇൻലാക് സ്കോളർഷിപ്പ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ബിസിനസ് സ്റ്റഡീസ്, മെഡിസിൻ, പബ്ലിക് ഹെൽത്ത്, ഫാഷൻ ഡിസൈൻ, മ്യൂസിക്, ഫിലിം, അനിമേഷൻ, ഇത്രയും കോഴ്സസിനാണ് ലഭിക്കുന്നത്. ഇനി ഇത് മറ്റൊരു ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ, ഇന്ത്യയുടെ ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്കോളർഷിപ്പ് ഇന്ത്യൻ സ്റ്റുഡൻസിന് കാംബ്രിഡ്ജിലും അതേപോലെ UK പഠിക്കാനുള്ള സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ചാൾസ് വാലസ് ഇന്ത്യ ട്രസ്റ്റ് സ്കോളർഷിപ്പ്, അതേപോലെ അതിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കോമൺവെൽത്ത് സ്കോളർഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ് പ്ലാൻ. MHRD ആണ് അതിൻ്റെ. MHRD എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ബോഡി, ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ബോഡിയാണ്. എഡ്യൂക്കേഷൻ്റെ MHRD ആണ് ഇതിനെ നോമിനേറ്റ് ചെയ്യുന്നത്, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ആൻഡ് ആപ്ലിക്കേഷൻ ഫൈനലൈസ് ചെയ്യുന്ന ഇൻ്റർവ്യൂയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇത് എഞ്ചിനീയറിംഗ്, ടെക്നോളജി, സയൻസിലും അഗ്രികൾച്ചറിലും ഹ്യൂമാനിറ്റീസിലും സോഷ്യൽ സയൻസിലൊക്കെ കോമൺവെൽത്ത് സ്കോളർഷിപ്പ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. മറ്റ് സ്കോളർഷിപ്പ് ഫോർ മാസ്റ്റേഴ്സ് ആൻഡ് സ്റ്റഡി, യു ക്യാൻ ഗെറ്റ് ദ ഇൻഫർമേഷൻ ഫ്രം ദ വെബ്സൈറ്റ്. കോമൺവെൽത്തിൽ സ്പ്ലിറ്റ് സൈറ്റ് സ്കോളർഷിപ്പ് ഉണ്ട്, ഷെയർഡ് സ്കോളർഷിപ്പ് ഉണ്ട്, ഡിസ്റ്റൻസ് ലേണിംഗ്, അക്കാദമിക് ഫെലോഷിപ്പ്, professional fellowship, medical fellowship. You can get all this information from the link that I have shown at the bottom. Any Chevening fellowship in India, you get it. ഇങ്ങനെയുള്ള സ്കോളർഷിപ്പ് നമ്മൾ ലഭിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള ചില സ്കോളർഷിപ്പുകൾ, ഫെലോഷിപ്പുകൾ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അവിടെ UK പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാകും. പക്ഷെ ഒരു കണ്ടീഷൻ നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. നിങ്ങൾ ചിലപ്പം അവിടെ പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചില സ്കോളർഷിപ്പുകൾ അനുവദിക്കുന്നില്ല. ഇന്ത്യൻ ഗവൺമെൻറ് ഒരു സ്കോളർഷിപ്പ് നൽകുമ്പം അത് അവർ തിരിച്ച് ഇന്ത്യയിലേക്ക് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസ് നിങ്ങൾ സ്കോളർഷിപ്പ് അവൈൽ ചെയ്യുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ കാംബ്രിഡ്ജ് ട്രസ്റ്റ് സ്കോളർഷിപ്പ്, യു ക്യാൻ ഗെറ്റ് ഇറ്റ്. ഐ ഗോട്ട് ദിസ് ഇൻഫർമേഷൻ ഫ്രം മൈ ഫ്രണ്ട് ഹു വാസ് വർക്കിംഗ് ഇൻ Cambridge, and Cambridge Trust, he has given lot of information like Cambridge Trust, Cambridge India Ramanujan Scholarship, and from this website you can browse many types of scholarship. Cambridge Trust il poi kayinal Vice Chancellor's Award and Cambridge International Scholarship for Masters and PhD program, and EPSRC Doctoral Training Program,
and BBSRC doctoral training program from Cambridge. And there is another program, Marie Curie Fellowship, that is very, very important fellowship. Then let's move to the next slide. ബ്രിട്ടീഷ് കൗൺസിൽ നൽകുന്ന മറ്റൊരു പ്രോഗ്രാമാണ് ന്യൂട്ടൺ ബാബ PhD പ്ലേസ്മെന്റ് പ്രോഗ്രാം. ഇതിന്റെ ഒരു പ്രത്യേകത, 4th year of PhD in India, you can go to the any university in UK. 4th year നിങ്ങൾക്ക് അവിടെ പ്ലേസ്മെന്റ് കിട്ടും. എലിജിബിലിറ്റി സാധാരണ CSIR JRF അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഇൻസ്പയർ PhD സ്കോളേഴ്സിനാണ് ഇത് എലിജിബിൾ ആകുക. അപ്പോൾ ഇങ്ങനെയുള്ള സ്കോളർഷിപ്പ് ലഭിച്ച ഒരുപാട് ആളുകളെ നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഒരാളാണ് കാംബ്രിഡ്ജിൽ പഠിച്ച നികിത ഹരി എന്ന് പറയുന്ന ഒരു വടകരക്കാരിക്ക് 50 ലക്ഷം രൂപയുടെ ഒരു സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഷി വാസ് സ്റ്റഡിങ് ഇൻ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ ഒരു കോഴ്സസ്, നമ്മൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ, എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്, ഡിമാൻഡ് കുറഞ്ഞ ഒരു ടൈം ആണെന്നുള്ള ഒരു സങ്കല്പമുണ്ട്. പക്ഷേ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേൾഡിലേക്ക് പോകുന്ന ആളുകൾക്ക് തീർച്ചയായും അവർക്കുള്ള അവസരമുണ്ട് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നികിത ഹരി. നികിത ഹരി കാംബ്രിഡ്ജിൽ PhD ചെയ്തു എന്ന് മാത്രമല്ല, he was selected and named one of the 50 top women engineering in 2017 by ഏറ്റവും ബെസ്റ്റ് PhD കാൻഡിഡേറ്റിൽ ടോപ്പ് 10 വിമൺ എഞ്ചിനീയർ ആയിട്ട് ടെലഗ്രാഫ് തെരഞ്ഞെടുത്തത് നികിത ഹരിയാണ്. നികിത ഹരി ഒരു സോഷ്യൽ ഓൺട്രപ്രണർ കൂടിയാണ്. You get a lot of information related to education from her website. അതുപോലെ കാംബ്രിഡ്ജിൽ പഠിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് എന്ന രീതിയിലാണ് ഞാൻ ഈ ഗായത്രി ശങ്കർ എന്ന് പറയുന്ന കാൻഡിഡേറ്റിനെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഗായത്രി ശങ്കറിന്റെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ, കാംബ്രിഡ്ജിൽ പഠിക്കാൻ, PhDക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഗായത്രി മനസ്സിലാക്കുകയും അത് ആദ്യം ചുവടെന്ന നിലയിൽ MPhilന് അപ്ലൈ ചെയ്യുകയും, MPhilന് അപ്ലൈ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് മനസ്സിലാക്കി PhD ലഭിക്കാൻ എന്ത് സാധ്യതയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി ഒരു വർഷത്തോളം അതിന് വെയിറ്റ് ചെയ്തു. അവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള PhD അഡ്മിഷൻ, ഏകദേശം 2 കോടി രൂപ സ്കോളർഷിപ്പോട് കൂടി ഗായത്രി ശങ്കർ അവിടെ അഡ്മിഷൻ ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് കാംബ്രിഡ്ജിലും അതേപോലെ യൂറോപ്യൻ യൂണിയനിൽ പഠിക്കാൻ പറ്റും. എനിക്ക് അറിയാവുന്ന ഒരു സ്റ്റുഡൻറ് ആയിഷ എന്ന് പറയുന്ന ഒരു കുട്ടി കഴിഞ്ഞ വർഷം യൂണിറ്റി വിമൻസ് കോളേജിൽ പഠിച്ചതാണ്. MSc കഴിഞ്ഞതിന് ശേഷം വേറൊരു സ്ട്രാറ്റജി അതാണ്. MSc കഴിഞ്ഞതിന് ശേഷം ആയിഷ ചെയ്തത് UK പോയിട്ട് അവിടെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നാനോ ടെക്നോളജിയിൽ MSc വീണ്ടും എടുത്തു. 2 MSc എടുക്കുക. കാരണം അങ്ങനെയാണ് ചില ആളുകൾ. ഇപ്പോൾ ആയിഷയുടെ പ്ലാൻ ഞാൻ മനസ്സിലാക്കിയത്, ആ MScക്ക് ശേഷം അവിടെ PhD ലഭിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ എൻ്റെ ഒരു സ്റ്റുഡൻറ് മുസഫർ എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ MSc ചെയ്തതിന് ശേഷം അവൻ ചെയ്തതും ഇതേ ഒരു സ്ട്രാറ്റജിയാണ്. ഫ്രാൻസിൽ വീണ്ടും ഒരു MSc പഠിക്കാൻ അവൻ ജോയിൻ ചെയ്തു. ഇപ്പോൾ ഫ്രാൻസിലാണുള്ളത് മുസ്ഫർ. ഇപ്പോൾ അവൻ്റെ പ്ലാൻ, ഇപ്പോൾ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യാണ് ഫ്രാൻസിൽ തന്നെ, CNRSന്റെ ഭാഗമായിട്ട്, അവിടെയുള്ള ഒരു ബോഡിയുടെ ഭാഗമായിട്ട്. പിന്നെ അവൻ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി, അങ്ങനെയുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക്, ഹയർ സ്റ്റഡീസിൽ ഫ്രാൻസിലേക്കും യൂറോപ്പിലേക്കും കടക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഈ ഒരു സ്ട്രാറ്റജിയും അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ആദ്യം MScക്ക് പഠിച്ച് എന്നിട്ട് എന്ത് ചെയ്യാം, PhDക്ക് ജോയിൻ ചെയ്യുന്ന ഒരു അവസ്ഥ. 1 year MSc അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ സ്ട്രാറ്റജിയിലൂടെ പഠിച്ച ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ എൻ്റെ നാട്ടുകാരനും കൂടിയായിട്ടുള്ള ഷഫീർ കളത്തിൽ ഇപ്പം മാരി ക്യൂറി ഫെലോ ആയിരുന്നു കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. ഇപ്പം അവിടെ സയൻറ്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഹി വാസ് graduated from a very humble college from nearby our place, that is Kalikandi College, and after that he moved for MSc in CUSAT. You see the route what he adopted. Then Yungnam University, South Korea for PhD. Then step by step ആയിട്ട് അവൻ ഉയരങ്ങളിലേക്ക് പോവുകയായിരുന്നു. പിന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള JSPS ഫെലോഷിപ്പോട് കൂടി ടോക്കിയോ യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഡോക്ക് ചെയ്തു.
അതിലും വലിയ എമൗണ്ടോട് കൂടി പോസ്റ്റ് ഡോക്ക് കൗസ്റ്റ് തുവാൽ സൗദി അറേബ്യയിൽ ചെയ്തു. അതിനുശേഷം മാരി ക്യൂറി ഫെലോഷിപ്പോട് കൂടി കാംബ്രിഡ്ജിൽ പോസ്റ്റ് ഡോക്ക് ചെയ്തു. ഇപ്പം അവിടെ തന്നെ ഫാക്കൽറ്റി ആയിട്ട് പെർമനന്റ് ഫാക്കൽറ്റി 5 years പ്രോഗ്രാമിന് അവിടെ അബ്സോർവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ദാറ്റ് ഈസ് ദ റൂട്ട് വി ഹാവ് ടു അഡോപ്റ്റ് ഫോർ ഇഫ് യു റിയലി വാണ്ട് ടു ഗോ ഫോർ ഹയർ സ്റ്റഡീസ്. പിന്നെ മറ്റൊരു സുഹൃത്ത് ഹസ്ന നെരിക്കുനിയിൽ നിന്നുള്ള ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്നും വരുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയല്ല, ടീച്ചർ. ഷി വാസ് മൈ കൊളീഗ് during my she was there in PSMO college, and now she is working as an assistant professor in government college Calicut. അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മാരി ക്യൂറി ഫെലോഷിപ്പോട് കൂടി ഇപ്പൊ കാംബ്രിഡ്ജിൽ ഫിസിക്സിൽ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ചെയ്യുകയാണ്. മറ്റൊരു ജർമ്മനി, നമ്മൾ UK യിൽ നിന്നും ജർമ്മനിയിലേക്ക് പോവുക. ജർമ്മനിയിലുള്ള സ്കോളർഷിപ്പുകൾ ഡാഡ് സ്കോളർഷിപ്പാണ്. ഇത് മാസ്റ്റേഴ്സ് കോഴ്സിനും അതേപോലെ PhD കോഴ്സിനും നിങ്ങൾക്ക് ലഭിക്കുന്ന അത്യാവശ്യം നല്ല എമൗണ്ട് ലഭിക്കുന്ന, ഏകദേശം മാസ്റ്റേഴ്സ് കോഴ്സിന് 750 യൂറോയും മാസത്തിൽ ലഭിക്കും. 1000 യൂറോ ഫോർ PhD പ്രോഗ്രാം. അതുപോലെ ടു ആൻഡ് ഫ്രോ എയർ ടിക്കറ്റ്, ഇതൊക്കെ ലഭിക്കുന്ന ഒരു വണ്ടർഫുൾ സ്കോളർഷിപ്പ് ഫെലോഷിപ്പാണ് DAAD സ്കോളർഷിപ്പ്. അപ്പോൾ ജർമ്മനിയിൽ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായും ഇത് നല്ലൊരു ഓപ്ഷനാണ്. ജർമ്മനിയിൽ തന്നെ നമ്മുടെ ഒരു സയൻറ്റിസ്റ്റ്, അവിടെ വർക്ക് ചെയ്യുന്ന സയൻറ്റിസ്റ്റ് നമ്മുടെ അടുത്തൊരു സുഹൃത്തു കൂടിയാണ്. ഈസ് ഫ്രം കുറ്റ്യാടി, മരുതോങ്കര വില്ലേജ്, വെരി റിമോട്ട് വില്ലേജ് ഇൻ കുറ്റ്യാടി. ആൻഡ് വി വർ ടുഗദർ ഇൻ MSc അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്. അവൻ ചെയ്ത ഒരു സ്ട്രാറ്റജി, ഒരു MSc കഴിഞ്ഞിട്ട് ജപ്പാനിൽ M.Tech ചെയ്തു ഒസാക്ക യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ അവൻ്റെ കരിയറിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു അത്. അവിടുന്ന് MScക്ക് കഴിഞ്ഞതിന് ശേഷം, M.Tech കഴിഞ്ഞതിന് ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജോബ് കിട്ടി അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട്. പക്ഷേ അവന് അതിലും അംബീഷ്യസ് ആയിരുന്നു. അവൻ ആ ജോബ് ക്വിറ്റ് ചെയ്തുകൊണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പെർമനന്റ് ഫാക്കൽറ്റി ക്വിറ്റ് ചെയ്തുകൊണ്ടാണ് അവന് ഹയർ ലെവലിലേക്ക് പോയത്. PhD he was from Zurich, Switzerland, and after that he moved to German as a Marie Curie postdoctoral fellow. Now he is scientist in Joint University Frankfurt. അതിൻ്റെ ഒരു പ്രത്യേകത, ഏറ്റവും 3.2 million euro ഫണ്ടിങ്ങോട് കൂടി അവിടെ ഫാക്കൽറ്റി ആയിട്ട് ഫ്രാങ്ക്ഫർട്ടിൽ എന്ത് ചെയ്യാണ്, ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ന്യൂസ്, കോഴിക്കോട് സയൻറ്റിസ്റ്റ് വിൻസ് ജർമ്മൻ അവാർഡ് 19 lakh ടു പെർസ്യൂ ഹിസ് റിസർച്ച് കരിയർ എന്ന് പറയുന്നത് ഒരു ന്യൂസൊക്കെ വന്നിരുന്നു. മറ്റൊരു സുഹൃത്ത് ഡോക്ടർ നബീൽ മാഞ്ചേരി, വെരി വണ്ടർഫുൾ ഫെലോ. എക്കണോമിക്സിലാണ് അവന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാത്ത് കണ്ടെത്തിയത്. ഒരു പക്ഷേ ഈ പറയുന്ന ആളുകളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ആളുകൾ ഉണ്ടാകാം. അപ്പോൾ എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയത്, JNU എക്കണോമിക്സ് കഴിഞ്ഞ നബീൽ ആരും സഞ്ചരിക്കാത്തൊരു മേഖലയിൽ കൂടി, ഞാൻ ആരും തന്നെ എക്കണോമിക്സ് കഴിഞ്ഞ ഒരാളെ ഇത്രയും ക്വാളിഫിക്കേഷൻ ലഭിച്ച ഒരാൾ ഞാൻ കണ്ടിട്ടില്ല, ഈ നമ്മുടെ ഭാഗത്തുള്ള ആളുകളെ. കാരണം ഇത്രയും ഫെലോഷിപ്പ് ലഭിച്ച, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അവന് സാധാരണഗതിയിൽ സയൻസ് സ്റ്റുഡൻസിന് മാത്രം ലഭിക്കുന്ന വളരെ റെയറായിട്ട് 1-2 സീറ്റ്, വളരെ ലോ പെർസെൻറ്റേജ് സീറ്റ് മാത്രം ഹ്യൂമാനിറ്റീസിന് നൽകുന്ന, ജപ്പാനീസ് നൽകുന്ന JSPS ഫെലോഷിപ്പ് ലഭിച്ചു. എന്നിട്ട് അവൻ യൂണിവേഴ്സിറ്റി ഓഫ് ടോക്കിയോയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ പോസ്റ്റ് ഡോക്ടർ ഫെലോ ആയിട്ട് വർക്ക് ചെയ്തു. ദെൻ ഹി മൂവ് ടു നെതർലാൻഡ് ആസ് എ മാരി ക്യൂറി ഫെലോ. ദാറ്റ് ഈസ് അനദർ വണ്ടർഫുൾ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് at Institute of Environmental Science, and he was postdoctoral in there. Then now he is a Kerala economist, he heading EU body, European Union REIA എന്ന് പറയുന്ന ഒരു ബോഡി, ദ ഗ്ലോബൽ റെയർ എർത്ത് ഇൻഡസ്ട്രി അസോസിയേഷൻ എന്ന ബോഡി ഹെഡ് ചെയ്യുന്നത് ഇപ്പം നബീൽ എന്ന് പറയുന്ന മലപ്പുറത്തുകാരൻ ആണ് എന്നത് ഒരു ഡിഫറെൻറ്റ് പാത്ത് എങ്ങനെ ഒരാൾക്ക് സെലക്ട് ചെയ്യാം എന്നതിൽ ഇതിലും നല്ലൊരു ഉദാഹരണം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. ഇനി നമ്മൾ യൂറോപ്പിൽ നിന്നും US-ലേക്കുള്ള സാധ്യതകളെ കുറിച്ചാണ് ഞാൻ ഇവിടെ ഈ സ്ലൈഡിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഞാൻ നെറ്റിൽ കണ്ട ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഉള്ള ഒരു ഇമേജാണ് ഞാൻ ഇത് കോപ്പി ചെയ്തിരിക്കുന്നത്. CMS കോളേജിൽ MSc കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സ്റ്റുഡൻസ് MScക്ക് ശേഷം GRE
ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് പാസ്സാകുകയും US-ലെ പല യൂണിവേഴ്സിറ്റികളിലും വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് അത് തോന്നി. യൂണിവേഴ്സിറ്റി ഓഫ് കാൽഗറിയിലും യൂണിവേഴ്സിറ്റി ഓഫ് ഇല്ലിനോസ്, അതേപോലെ മാർക്വറ്റ് യൂണിവേഴ്സിറ്റി, അതേപോലെ ഫിസിക്സിൽ ടെമ്പിൾ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. പിന്നെ മിഷിഗൺ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി. ഇവിടെ ഇവർ അഡോപ്റ്റ് ചെയ്ത ഒരു സ്ട്രാറ്റജി ഞാൻ മനസ്സിലാക്കിയത്, GRE ക്വാളിഫൈ ചെയ്തതിന് ശേഷം യൂണിവേഴ്സിറ്റി ഫണ്ടിന് വേണ്ടി അപ്ലൈ ചെയ്യുകയും യൂണിവേഴ്സിറ്റി ഗ്രൂപ്പുകളിലേക്ക് PhDക്ക് അപ്ലൈ ചെയ്യുകയും അവരെ അഡ്മിഷൻ ലഭിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവരെ ഫണ്ടിങ് ഒന്നുകിൽ അവിടെയുള്ള സയന്റിസ്റ്റുകൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, പിന്നെ ടീച്ചിങ് അസിസ്റ്റന്റ് പൊസിഷനിലൂടെ ഫണ്ടിങ് ലഭിക്കും. പല യൂണിവേഴ്സിറ്റികളിലും അങ്ങനെ ലഭിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ അതുമാത്രമല്ല, അവരെ ട്യൂഷൻ ഫീ, വിദേശ രാജ്യങ്ങളിൽ പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം, വെരി ഹ്യൂജ് ട്യൂഷൻ ഫീ ആണ് നമ്മൾ അടക്കേണ്ടത്. അപ്പൊ നമുക്ക് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഒരു വർഷത്തെ ഫീ 15 lakh, 10 lakh, 25 lakh ഇതൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ട്യൂഷൻ ഫീസ് ഒക്കെ വേവ് ചെയ്ത് കൊടുക്കും ചില സാഹചര്യങ്ങളിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരങ്ങളിലൂടെ വിദേശ രാജ്യങ്ങളിൽ നമുക്ക് പഠിക്കാൻ പറ്റും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് CMS കോളേജ് കോട്ടയത്തെ ഈ വിദ്യാർത്ഥികൾ. അങ്ങനെ അമേരിക്കയിൽ പഠിക്കാനുള്ള സ്കോളർഷിപ്പും ഫെലോഷിപ്പുകളും ഉണ്ട്. ഫുൾ ബ്രൈറ്റ് പ്രോഗ്രാം എന്നാണ് അതിന് പറയുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ് ഇന്ത്യ എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷൻ നൽകുന്ന ഫുൾ ബ്രൈറ്റ് നെഹ്റു ഫെലോഷിപ്പ് ഉണ്ട്. അതേപോലെ ആ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ അതേപോലെ യു ക്യാൻ ഗോ ടു ദിസ് USIEF website, United States Indian Educational Foundation. You get a lot of information regarding this fellowship that you can study in US, right? മറ്റൊരു രാജ്യം പഠിക്കാൻ പറ്റിയ NUS ആണ്, നാഷണൽ യൂണിവേഴ്സിറ്റി സിംഗപ്പൂർ. You get a lot of scholarship there. There are many funding agency, and if you go to the National University of Singapore site, Office of Admission, you get a lot of information there. There are many fellowship, Asian undergraduate scholarship, and Asian nationality, and the science and technology undergraduate scholarship, and the Saudi is giving some scholarship, and there are many other financial aid also they are offering. മറ്റൊന്ന് ജപ്പാനിൽ ADB നൽകുന്നുണ്ട്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് പല സബ്ജക്ട്സിനും നൽകുന്നുണ്ട്. അത് PGക്ക് നൽകുന്നുണ്ട്, PhDക്ക് നൽകുന്നുണ്ട്. PGക്ക് ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യില്ല, അങ്ങനെയുള്ള കുറച്ച് ലാംഗ്വേജിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ PhDക്ക് നല്ല പ്രോഗ്രാമുകൾ, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫെലോഷിപ്പ് ജപ്പാനിൽ നൽകുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ജപ്പാനീസ് ഗവൺമെന്റ് നൽകുന്ന മെക്സ്റ്റ് സ്കോളർഷിപ്പ്. ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ മെക്സ്റ്റിൽ കൂടി PhD ചെയ്ത ഒരുപാട് സ്റ്റുഡൻസിനെ എനിക്കറിയാം. അതിൽപ്പെട്ട ഒരു സ്റ്റുഡൻ്റ് ആണ് ഫസലുർ റഹ്മാൻ. BSc PSMOയിലായിരുന്നു. ഇപ്പം മെക്സ്റ്റിൽ കൂടി PhD ചെയ്തു, PDF-ഉം ജപ്പാനിൽ ചെയ്തു. നോ ഈസ് വർക്കിംഗ് ആസ് എൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്. അങ്ങനെ അതിൻ്റെ ഫലമായി ഡോക്ടർ ഹസ്ന ഫസൽ വൈഫ് അവിടെ തന്നെ PhD ചെയ്യാൻ, ടോക്കിയോ മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊരു കാൻഡിഡേറ്റ് BSc-യും MSc-യും പഠിച്ച ഇർഷാദ് എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ്, ഈ അഡോപ്റ്റഡ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജി ആൻഡ് ഹി കംപ്ലീറ്റഡ് BSc MSc ഫ്രം PSMO ആൻഡ് PhD in NIT. Then he moved to Osaka University, Japan for postdoctoral studies. പിന്നെ ഇത് മറ്റൊരു എൻ്റെ ഫ്രണ്ട് ഡോക്ടർ നിഷാദ് പേരൂഡ്. He was a mixed fellow and he was working in same lab that I have worked. എവിടെയെന്ന് വെച്ചാൽ ഹൊക്കൈഡോ യൂണിവേഴ്സിറ്റി. അതിനുശേഷം അവൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, അവൻ അവിടെ അബ്സോർബ് ചെയ്തു. R&D പോളിമർ സയൻറ്റിസ്റ്റ് ആയിട്ട് ഇപ്പോൾ കുറേ കൊല്ലങ്ങളായിട്ട് നിഷാദ് 2014 മുതൽ ടോയോ ഇങ്കിൽ അവിടെ വർക്ക് ചെയ്യാണ്. He is highly paid, I think. And in Korea, coming to Korea, there are many opportunities. Brain Korea 2.1, and there are such many other opportunities. So നമ്മുടെ ഈ ഒരു ടൈം കൺസ്ട്രെയിൻ കാരണം ഞാൻ അത് സ്കിപ്പ് ചെയ്യാണ്. പിന്നെ King Abdullah University of Science and Technology, this is one of the wonderful institute in Saudi Arabia. They are giving a very huge amount as a fellowship and scholarship for higher studies. പക്ഷേ അവിടെ ഒരു വിഷയം, നമ്മൾ TOEFL അല്ലെങ്കിൽ IELTS എന്നിവ നന്നായിട്ട് സ്കോർ ചെയ്യണം. സ്കോർ ചെയ്താൽ മാത്രമേ അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടാകൂ. അപ്പോൾ അവിടെ MSc-ക്കും PhD-ക്കും ഒരുപാട് അവസരങ്ങളുണ്ട്. ഹൈലി പെയ്ഡ് ആണ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പേയ്മെന്റ് ലഭിക്കുന്ന ഒരു വൺ ഓഫ് ദ വണ്ടർഫുൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ടേംസ് ഓഫ് ഫെസിലിറ്റി ടു
ഫെസിലിറ്റീൻ്റെ അടിസ്ഥാനത്തിലും ഒരു വണ്ടർഫുൾ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർ ഷഫീർ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു സ്ട്രാറ്റജി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ജലീലും ഫൈസലും. അവർ ചെയ്തൊരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടഡ് ദർ കരിയർ ആസ് എ ലാബറട്ടറി അസിസ്റ്റന്റ് ആൻഡ് വർക്ക്ഡ് അപ് ടു സീനിയർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് നേരെ അവർ മിഡിൽ ഈസ്റ്റിലെ പല യൂണിവേഴ്സിറ്റികളിലും ലാബറട്ടറി അസിസ്റ്റന്റ് ആയിട്ട് അവിടെ വർക്ക് ചെയ്തു. എന്നിട്ട് അവർ ചെയ്തതെന്ന് വെച്ചാൽ ഫർദർ ദർ കരിയർ ദേ ഹാവ് ബീൻ ഡെവലപ്ഡ്. എങ്ങനെ വെച്ചാൽ റിസർച്ച് ചെയ്തു, അവിടുന്ന് റിസർച്ച് അസിസ്റ്റൻ്റായി, പിന്നെ PhD ചെയ്തു, പിന്നെ ഇപ്പോൾ ഹയർ പൊസിഷനിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്തത്. ആ സ്ട്രാറ്റജിയും നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു എക്സാം, കോമ്പറ്റേറ്റീവ് എക്സാമാണ്. ഇറ്റ് ഇസ് TOEFL, ആൻഡ് TOEFL you have to score high, then you have good chance to get admission in many countries like Australia, Canada, UK and United States. അതേപോലെ IELTS, International English Language Testing System, and if you score well, have a very good chance to get in to this country. അപ്പോൾ എന്തുകൊണ്ടാണ് I'm concluding my session. What is the benefit of studying in foreign country and institution rank among the world? This is the best one, and you get the opportunity to be taught by world's leading academics and experts, and you get advanced facilities and good work culture and high employability rate. Okay, and the preferred destination, this might be my last slide. The preferred destination for study abroad is like this. Many people prefer to study in United States and then United Kingdom. This is a previous one. I don't know whether in 2014, and maybe after that maybe changed or not. I don't know. And Europe, Germany, France, Australia, Canada, Japan, and other countries also. Okay, that's all. Once again, and thank you, the organizers, and especially my friend Aziz and Rashid, then my friend Munir and Bashir, for inviting me to this wonderful program. Okay, thank you all.